പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ ഈ വീഡിയോയിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. തിരുവചന ചിന്തയിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. വലിയൊരു നീളം കൂട്ടാതെ മാക്സിമം നീളം കുറച്ച് ഒരു മെസ്സേജ് പറയുവാൻ താല്പര്യപ്പെടുന്നു. ഒരു പ്രവചന വാക്യമാണ് വായിക്കുന്നത്. അപ്പോൾ എല്ലാം പ്രവചനമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. തൻ്റെ ലേഖനത്തിൽ എഴുതി, പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:19, പ്രവാചക വാക്യവും അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും അതിനെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ ദൈവവചനത്തെ ഹൃദയത്തിനകത്ത് കരുതിക്കൊണ്ടാൽ നന്ന്. അങ്ങനെ കരുതിയാൽ 119-ാം സങ്കീർത്തനം 105-ാം വാക്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ എല്ലാം പ്രവാചക വാക്യങ്ങളാണ്, പ്രവചനമല്ല. ഇതിനകത്ത് കഴുത സംസാരിച്ചതുകൊണ്ട്, പിശാച് സംസാരിച്ചതുകൊണ്ട്, ദൂതന്മാർ സംസാരിച്ചതുകൊണ്ട്, യേശുക്രിസ്തു ദൈവം സംസാരിച്ചതുകൊണ്ട്, യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ സംസാരിച്ചതുകൊണ്ട്, ശിഷ്യന്മാർ അന്യോന്യം സംസാരിച്ചതുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഉപമയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പഠിക്കണം. ചരിത്രമുണ്ട്, എല്ലാം പ്രവചനമായിട്ട്. എന്നാൽ പ്രവാചക വാക്യങ്ങളാണെന്ന് പറയാനുള്ള കാരണം, ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടത് കൊണ്ടാണ്. ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ 1600 വർഷം കൊണ്ട് വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് 40-ലധികം എഴുത്തുകാരാൽ അവർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1:20-21 വാക്യങ്ങളിൽ വായിക്കുമ്പോഴും, യെശയ്യാ 34:16 വായിക്കുമ്പോഴും 40-ലധികം എഴുത്തുകാരാൽ അവർ വിവിധ ഇടങ്ങളിൽ നിന്ന് എഴുതി, തമ്മിൽ കാണാത്തവർ. ഇത് അന്യോന്യം ഒന്നായി ചേർത്ത് ആത്മാവിൽ എഴുതിയത് കൊണ്ടാണ് ഇത് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നത്. ഇന്ന് വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിച്ചാൽ നോക്കിക്ക്, പലരും വ്യാഖ്യാനിക്കുന്നത് പല വിധത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനല്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ ഇത് പ്രവാചക വാക്യങ്ങളാണ്, ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. യേശുക്രിസ്തു പറഞ്ഞതാണ് നമുക്ക് മുഖ്യം. മത്തായി 5:18-19, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം ഈ ന്യായപ്രമാണ വാക്യങ്ങളിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വിഷയത്തിലേക്ക് ഞാൻ പ്രവചന വാക്യത്തിലേക്ക് കടക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു, അവർ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ല. ഇതൊരു പ്രവചന വാക്യമാണ്. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു.
ഇവിടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് ഓടിപ്പോയാൽ, ഞാൻ ഒരു ചരിത്ര പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്തിട്ട് ഇതിനെക്കുറിച്ച് ചില ചിന്തകൾ തരുവാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന, ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: യെരുശലേമിന് വടക്കുള്ള ഒരു പട്ടണമായ രാമയിൽ വെച്ചാണ് ബാബിലോൺ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട യഹൂദ പ്രവാസികളെ സ്വീകരിച്ചിരുന്നത്. ഇസ്രായേൽ മക്കളുടെ മാതാവായ റാഹേലിനെ സംസ്കരിച്ചിരുന്നത് ആ പട്ടണത്തിന് സമീപമാണ്. പ്രവാസികളായി പോകുന്ന തൻ്റെ മക്കളെ ഓർത്ത് റാഹേൽ കരയുന്നതായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. അവളുടെ സങ്കടത്തിന് ദൈവം നൽകുന്ന മറുപടിയിൽ അവർ മടങ്ങി വരുമെന്നുള്ള പ്രത്യാശ നൽകുന്നു. അപ്പോൾ ഈ റാഹേലിൻ്റെ കരച്ചിലിനെ ഞാൻ 2 പാർട്ടായിട്ട് തിരിക്കുന്നു. അതാണ് നിങ്ങളെ ജോലിയൊക്കെ ഉള്ള നിങ്ങൾക്കൊക്കെ നല്ലത്. രണ്ടും കൂടെ ഒന്നിച്ചെടുത്താൽ 1 മണിക്കൂറിൽ തീരൂല. അതുകൊണ്ട് ഇവിടെ ഞാൻ എല്ലാവർക്കും നീളം കുറയ്ക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരല്പസമയം ദൈവവചനത്തിൽ ചിന്തിക്കാം. ഇസ്രായേലിൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹവ്വ എന്ന് പറയുന്നത് ലോകത്തിലെ 1ാമത്തെ മാതാവാണ്. ലോകരാഷ്ട്രങ്ങളുടെ മാതാവെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റാഹേലിനെ കുറിച്ച് നമ്മൾ ആത്മീയമായി പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു രാഷ്ട്രത്തിൻ്റെ മാതാവായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ മാതാവ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യവുമാണ്, ഒരു രാഷ്ട്രവുമാണ്. ഉൽപ്പത്തി 32 സകേലതും യാബോക്ക് കടവിന് അക്കരെ കയറ്റിവിട്ടിട്ട് ദൂതനുമായിട്ട് മല്ല് പിടിച്ചു. വൃക്ഷസാകുവോളം താൻ മല്ല് പിടിച്ചു. എങ്ങനെയാണ് മല്ല് പിടിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ പറയാം. ഹോശേയ പ്രവാചകൻ പറയുന്നുണ്ട്. അതിൻ്റെ 12:3 വരുമ്പോൾ ഹോശേയ പറയുന്നുണ്ട്, അവൻ ദൂതനോട് പൊരുതിയത് എങ്ങനെയാണ്, മല്ല് പിടിച്ചത് എങ്ങനെ, അവൻ കരഞ്ഞപേക്ഷിച്ചെന്നാണ്. മറ്റൊരു പ്രവാചകനും വെളിപ്പെടാത്തത് ഹോശേയ്ക്ക് അവിടെ വെളിപ്പെട്ടു. കരഞ്ഞപേക്ഷിച്ചു. ആ ഭാഗം നിങ്ങൾ വായിച്ചോണ്ട്. ഹോശേയ 12:3. ഉൽപ്പത്തി 32-ാം അധ്യായം 20 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് വായിച്ചാലും അറിയാം. അപ്പോൾ ഇതാണ് അവിടുത്തെ മൽപ്പിടുത്തം. അങ്ങനെ മല്ല് പിടിച്ച് ഉച്ചസായപ്പോൾ നിന്റെ പേരെന്തെന്നൊരു ചോദ്യം. നിന്റെ പേരെന്ത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബാണെന്ന്. കാരണം എൻ്റെ ദൈവത്തിന് പേര് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പേരറിയാം. പേര് വിളിക്കുന്നവനാ, വഴി അറിയുന്നവനാ, ഇതെല്ലാം അറിയുന്ന, സകലതും അറിയുന്ന ദൈവം പേര് ചോദിക്കുക. നിന്റെ പേരെന്തെന്ന് പറഞ്ഞു. എൻ്റെ പേര് യാക്കോബ. ഒരിക്കൽ ചോദിക്കാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. വീട്ടിലെ ഇറച്ചി കാട്ടിലെ ഇറച്ചിയാണെന്ന് പറഞ്ഞ് അപ്പനെ തീറ്റിച്ച പുള്ളിയാണ്. തീറ്റിച്ചിട്ട് അപ്പൻ ചോദിച്ചു, ഹു ആർ യു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഏശാവാണ്. അതുകൊണ്ട് അപ്പന്മാർ കണ്ണു മങ്ങി ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇതുപോലെ വേഷം മാറിയൊക്കെ വരും മക്കൾ. അപ്പന്മാർ മാത്രമല്ല, അമ്മമാർ ശ്രദ്ധിച്ചു കൊള്ളണം. എൻ്റെ ദൂതിലേക്ക് തന്നെ ഞാൻ കിടക്കാം. വേഷം മാറിയൊക്കെ വരും.
നിങ്ങൾ രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 14-ാം അധ്യായം നോക്കിക്കേ. എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം ഇതാ, പാസ് എടുക്കുന്ന പോയിന്റ് നിൽക്കത്തില്ലെന്ന്. ഓക്കെ, ആത്മാവിന്റെ പരിവർത്തനമല്ലേ വചനമല്ലേ പറയുന്നത്. അപ്പോ രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 14-ാം അധ്യായം രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 11-ാം അധ്യായം 26 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ യൊരബയാമിനെ 10 ഗോത്രം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രവചിച്ച അഹിയ പ്രവാചകൻ രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 14-ലേക്ക് വരുമ്പോൾ താൻ കണ്ണ് കാണാൻ വയ്യാതെ കിടക്കുക. അപ്പോൾ വേഷം മാറി യൊരോബയാമിൻ്റെ ഭാര്യ രഹബയാമും ഉണ്ട്, ശലോമോന്റെ മകൻ രഹബയാം. ഇത് ശലോമോന്റെ ദാസനായ യൊരോബയാം നിന്റെ ഭാര്യ വേഷം മാറി അഹിയ പ്രവാചകന്റെ അടുത്ത് പോകുവാൻ പദ്ധതിയിട്ടു. യൊരോബയാം പറഞ്ഞു, എന്നെ രാജാവാക്കാൻ എനിക്ക് ആലോചന തന്ന ഒരു വ്യക്തി ഇന്നിടത്തുണ്ട്, അവിടെ പോയി നീ വേഷം മാറി പോകണം എന്ന് പറഞ്ഞ് അവിടെ പോയി. കണ്ണ് കാണാൻ വയ്യാതെ കിടക്കുമ്പോൾ ദൈവം പറഞ്ഞു, അഹിയാവേ, യൊരോബ് നീ പണ്ട് ആലോചന കൊടുത്ത രാജാവാക്കിയില്ലേ, അവൻ്റെ ഭാര്യ രാജാവാകുമെന്ന് പറഞ്ഞ് ഇസ്രായേലിന് 10 ഗോത്രത്തിന് രാജാവാകുമെന്ന് പറഞ്ഞവൻ്റെ ഭാര്യ അതാ വേഷം മാറി വരുന്നുണ്ട്. അവൾക്ക് പേരില്ല, അവള് പേരില്ലാത്തതൊക്കെയായി വേഷം മാറുന്നത്. പേരില്ല, നല്ല പേരില്ല. സദൃശവാക്യ സഭാപ്രസംഗി 7-ാം അധ്യായം പ്രാരംഭവാക്യം കൂടെ വായിച്ചോണ്ടാ നല്ലതായിരിക്കും. നല്ല പേര് സുഗന്ധ തൈലത്തേക്കാളും നല്ലതെന്ന്. അപ്പോൾ വിഷയത്തിലേക്ക് ഞാൻ വരാം. വേഷം മാറി അവിടെ വാതൊക്കെ കാല് വെക്കുമ്പോൾ നീ യൊരബയാമിൻ്റെ ഭാര്യ, നിനക്ക് കേൾവിയുണ്ടല്ലോ, കണ്ണിനല്ലയോ ഉള്ളു കാഴ്ചയില്ലാത്തത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അവൾ കാൽപാദം നിന്റെ പടിവാതിക്കൽ ചവിട്ടുമ്പോൾ നീ കേൾക്കുമ്പോൾ യൊരബയാമിൻ്റെ ഭാര്യയെ എന്നൊരു വിളിച്ചേറ്റാൽ മതിയെന്ന്. ഓ, എന്തൊരു ഹൃദയമായിരിക്കും! ഒരൊറ്റ ഞെട്ടിക്കാണും. അല്ലാതെ ഇന്നത്തെ കൊണ്ട് വിക്കുള്ള ആത്മാവൊന്നുമല്ല അന്ന് ദൈവം പറഞ്ഞു കൊടുത്ത. കറക്റ്റാ ദൂത് പറഞ്ഞത്. സുനിത എന്നും സക്കായി എന്നും ഒക്കെ ഒന്നും അല്ല. പരിശുദ്ധാത്മാവിന് അന്നും വിക്കില്ല, ഇന്നും വിക്കില്ല. ആത്മാവ് നഷ്ടപ്പെട്ടവനാ വിക്ക് വരുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ വീട്ടിലെ ഇറച്ചി അപ്പൻ ഇസഹാക്ക് കണ്ണ് മങ്ങിയിരിക്കുക. ഞാൻ ആ ഭാഗം വിട്ടുപോകും. എൻ്റെ ഒരൊറ്റ വിഷയം ഇതാണ്, രാമയിലെ കരച്ചിൽ ദൈവം കേൾക്കുന്നു. ഇതാണ് എൻ്റെ ചിന്താവിഷയം. എങ്കിലും ഒരു ചിന്ത പറഞ്ഞ് പുറത്തോട്ട് വരാം. അവിടെ ഇസഹാക്ക് കണ്ണ് മങ്ങിയിരിക്കുക. കണ്ണ് മങ്ങിയിരുന്നിട്ട് ഇയാടെ തീറ്റി നിന്നിട്ടില്ല. അതാണ് കാര്യം. പുള്ളിക്ക് വയസ്സങ്ങ് ഏറ്റവും പറ്റിയിട്ടും മോനോട് പറയുക തിന്നണമെന്ന്, വേട്ടയിറച്ചി തിന്നണമെന്ന്. ഇത്രയും നാളെ തിന്നിട്ട് ഒന്നും അയാൾക്ക് തീർന്ന മതിയായിട്ടില്ല. ഇപ്പോഴും കണ്ടറ്റിക്ക് തന്നെ പുള്ളിക്ക് വേണം. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക്, അങ്ങനെ അമ്മ തന്ത്രം ഒരുക്കി കൊടുത്തതിനനുസരിച്ച് വീട്ടിലെ ഇറച്ചിയെ കാട്ടിലെ ഇറച്ചിയാണെന്ന് പറഞ്ഞ് അപ്പനെ തീറ്റിച്ച് അനുഗ്രഹവും വായിച്ച് നേരെ മുങ്ങിയ പാർട്ടി. അപ്പം ചോദിച്ചു, മോനെ നിന്റെ പേരെന്തെന്ന്. അപ്പോൾ പറഞ്ഞ് എൻ്റെ പേര് യേശാവ്. അപ്പൻ്റെ കണ്ണു മങ്ങിയിരിക്കുകയല്ലേ. തടവി നോക്കിയപ്പോൾ ശരീരത്തിൽ രോമമൊക്കെ ഉണ്ട്. ഇത് പുറത്ത് യേശാവും അകത്ത് യാക്കോവാണെന്ന് അപ്പൻ അറിയത്തില്ലല്ലോ. ഇതിനാണ് ആത്മാക്കളെ വിവേചിക്കണമെന്ന് പറയുന്നത്. പലരും ഇങ്ങനെയാ, പുറത്ത് യേശാവും അകത്ത് യാക്കോവുക. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. അതുകൊണ്ട് ദൂതൻ ചോദിച്ചു, ഇവൻ ഇനിയെങ്കിലും, ഈ 10-20 വർഷം കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും ഇവൻ സത്യം പറയുമോയെന്ന് അറിയാൻ വേണ്ടി യാബോക്ക് കടവിൽ വെച്ച്
ഒന്ന് ചോദ്യം ചോദിച്ചു. അപ്പൻ ചോദിച്ച അതേ ചോദ്യം ചോദിച്ചു, ഹു ആർ യു, നീ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ പണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞെന്നൊന്നും പുള്ളി പറഞ്ഞില്ല. ഉടനടി എടുത്ത് പറയും, ഞാൻ യാക്കോബാണെന്ന്. ഉള്ളത് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടകജാലരഗച്ഛനാദിയ, ഉള്ളത് തുറന്നു പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നം സോൾവായി. പറഞ്ഞു, നീ ഇന്നു മുതൽ നീ യാക്കോബ് എന്നല്ല, നീ ഇസ്രായേൽ എന്ന് നിനക്ക് പേരാകും. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കോബ് എന്ന ഒരു വ്യക്തിയും ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രവുമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ മാതാവായ യാക്കോബിൻ്റെ ഇഷ്ടഭാര്യയായ റാഹേൽ ഭാവി പ്രവചനത്തെ നോക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം ബാബേലിലേക്ക് പോകുന്ന കാഴ്ചപ്പാട് കണ്ടുകൊണ്ട് അവർ കരയുന്നു. റകാലകൽക്കമന, ഒരമ്മയുടെ കരച്ചിലിന് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുക്കുക. മറുപടി ഞാൻ ലാസ്റ്റിൽ വായിക്കാം. ഇവർ എഫ്രാത്തയിൽ നിന്ന് ബഥേലിൽ, ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ ബഥേലിൽ യാഗം കഴിച്ച് പണ്ട് യാക്കോബ് നേർന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ 16 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ ഇദ്ദേഹം നേർന്ന നേർച്ചയ്ക്കനുസരിച്ച് ഇയാൾ ചെയ്തില്ല. എന്നെ ദൈവം മടക്കി വരുത്തുമെങ്കിൽ ആദ്യം ഞാനൊരു യാഗപീഠം പണിയെന്ന് പറഞ്ഞു. ഇയാള് നേരെ എന്ത് ചെയ്തു? യാബോ കടവ് അക്കരെ കയറി യേശാവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് സുക്കോത്തിലേക്ക് ചെന്ന് അവിടെ നിന്ന് ശേക്കേമിൽ താമസം ഉറപ്പിച്ച് പറയുന്ന ചേട്ടൻ വരുന്നുണ്ടോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ടാ പുള്ളി പറഞ്ഞ വാന്ന് പറഞ്ഞിട്ട്, ഓ ഇല്ലില്ല ഞാൻ വരുന്നില്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം പുള്ളി പേടി കിടക്കുക. ഇയാള് തിരിഞ്ഞ് നേരെ സുക്കോത്തിലേക്ക് പോയി ശെക്കേമിൽ സ്ഥിരതാമസമാക്കി. വീട് കെട്ടി തൊഴുത്ത് പണിഞ്ഞിട്ടും ആലയം പണിതില്ല, നേർച്ച നിവർത്തിച്ചില്ല. അതുകൊണ്ട് അവിടെ വച്ച് മകൾ കളങ്കപ്പെട്ടിലെ ശേക്കേമിലെ സ്ഥിരവാസം, മക്കൾ ലേവിയും ശിമയോനും 34 കൊലപാതകന്മാരായി മാറിയില്ലേ? നേരെ ബഥേലിലായിരുന്നെങ്കിലോ? അതുകൊണ്ട് ദൈവം വിളിച്ചു പറഞ്ഞു, പൊയ്ക്കോ, ബഥേലിലേക്ക് പോകാം. അങ്ങനെ യാഗമെല്ലാം കഴിച്ച് ബാക്കി ഭാഗം വിടുക. നേരെ എഫ്രാത്തയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ റാഹേൽ ബെന്യാമിനെ പ്രസവിച്ച് കരച്ചിലോടുകൂടെ മരിച്ചു. ബാക്കി ഭാഗം ഞാൻ ഇതിനു മുമ്പൊക്കെ പ്രസംഗിച്ചിട്ടുള്ള വിഷയമുണ്ട്. റാഹേൽ അപ്പൻ്റെ മുമ്പിൽ, ഭർത്താവിൻ്റെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, തൻ്റെ സഹോദരി ലേയയുടെ മുമ്പിൽ കള്ളം കാണിച്ചു. 31-ാം അധ്യായം 32-ാം അധ്യായമൊക്കെ വായിച്ച് എല്ലാവർക്കും അറിയാം. കള്ളം കാണിച്ചിട്ട് ഗ്രഹബിംബം മോട്ടിച്ച് വെച്ചിട്ട് രക്തത്താൽ ജയമെന്ന് പറഞ്ഞു. അപ്പം വന്ന് നോക്കിയപ്പം കൂടാരത്തിനകത്തെല്ലാം ലാബാനും പിള്ളാരും കൂടെ അരിച്ചു പെറുക്കി റാഹേലിൻ്റെ കൂടാരത്തിൽ വന്നപ്പോൾ അവള് വിഗ്രഹം എടുത്തുകൊണ്ട് നേരെ ഒട്ടകപ്പുറത്ത് കയറിയിരുന്ന്, അപ്പോൾ ആ രക്തത്താൽ ജയം എനിക്കിവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അവസാനം കണ്ടോ, പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണേ, അവസാനം രക്തത്താൽ ജയമെന്ന് പറഞ്ഞ് അവൾ മരിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 35-ന്റെ 16 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മതി. മരിക്കുമ്പോൾ ബെന്യാമീനെ പ്രസവിച്ച് മരിക്കുമ്പോൾ അവന് ബെനോനി എന്ന് പേരിട്ടു. ബെനോനി എന്ന് പറഞ്ഞാൽ കട്ടതയുടെ പുത്രൻ എന്നർത്ഥം. എന്നാൽ അപ്പൻ എന്ത് ചെയ്തു?
ഇല്ല, യവൻ ബെന്യാമീനാണ്, യവൻ വലം കൈയുടെ പുത്രനാണെന്ന് അപ്പൻ പേരിട്ടു. അമ്മയ്ക്കൊരു പേരിടണം, അപ്പൻ ഒരു പേരിടണം. അപ്പൻ്റെ പേരിൻ്റെ അടയാളത്തിലുള്ള ആദ്യത്തെ അക്ഷരത്തിലുള്ള പേരിടണം, അമ്മയ്ക്ക് അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിലുള്ള പേരിടണം. ഇങ്ങനെ വലിയ ഒരു വാശി ഇന്നും നടക്കുന്നുണ്ട്, അന്നും നടന്നു. പണ്ട് ആരോ പറയുന്നത് ഞാനിങ്ങനെ ഒന്ന് കേട്ടു. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി തലമുറയില്ല, ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു തലമുറ ദൈവം കൊടുത്തു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ആദ്യത്തെ അക്ഷരം ചേർത്ത് വേണം കുഞ്ഞിന് പേരിടാനെന്നത്. പുള്ളിയുടെ പേര് തോമസ് എന്നാണ്, ഭാര്യയുടെ പേര് ലിസി എന്നാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പേരിട്ടു. അമ്മ സഹോദരം, രണ്ടുപേരുടെയും കൂടെ ആദ്യത്തെ അക്ഷരം നോക്കിയേ. ടീക്ക് തോ, ലിസിക്ക് ലീ. അവസാനം കുഞ്ഞിന് പേരിട്ട് വന്നപ്പോൾ രണ്ടുപേരുടെയും കൂടെ വാശി കാരണം പിള്ളേർക്ക് പേരിട്ട് വന്നപ്പോൾ കൊച്ചിൻ്റെ പേര് തൊലി എന്നായി, അല്ലെങ്കിൽ സ്കിൻ എന്നായി. അതുകൊണ്ട് വാശി മൈരാക്കിയൊക്കെ വിട്ടിട്ട് അനുഗ്രഹിക്കപ്പെട്ട പേരുകൾ ഇടട്ടെ. വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഈ റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. നമ്മളെപ്പോഴും അവരെ കുറ്റം പറയുക, ഞാനും കുറ്റം പറയുകയായിരുന്നു. പക്ഷെ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പക്ഷെ മക്കളെ ചൊല്ലി കരയുന്ന ഒരമ്മയായി, ഒരു രാഷ്ട്രത്തിന്റെ മാതാവായി മാറുന്നു. തലമുറകളെ ചൊല്ലി റഗച്ചാനകതുരഘടകസി കരയുന്ന അമ്മമാരോടൊരു ദൂത്. നീ എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത്, എന്നും കണ്ണുനീരൊഴുക്കാനല്ല എൻ്റെ അപ്പൻ ആഗ്രഹിക്കുന്നത്. ഇതിനപ്പുറത്തൊരു വിടുതലുണ്ട്. ഇനി അമ്മ കരഞ്ഞല്ലോ, ഒരിക്കൽ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. കാരണം കേൾക്കുന്നത് മറക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ശുശ്രൂഷ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അതാണ് കാര്യം. കൊടുക്കുന്ന പ്രവചന ദൂത് വചനം പോലും ആരും ഓർക്കുന്നില്ല. 25 വർഷങ്ങൾക്ക് കൊടുത്ത വചനം എനിക്ക് ഓർമ്മ വരുന്നു ഓരോരുത്തർക്ക് ദൂത് പറയുമ്പോൾ. പക്ഷേ ഒരു 2 വർഷം 3 വർഷത്തിന് മുമ്പ് കൊടുത്തിട്ട് വരുന്ന വചനം അവർക്ക് ഓർമ്മയില്ല. അപ്പൊ എത്രത്തോളം ഇവര് വിടുതൽ പ്രാപിക്കുമെന്ന് നോക്കിയുണ്ട്. വചനത്തിന് ദൈവത്തോളം പവറുണ്ടെന്ന്, വചനമാണ് ദൈവമെന്നും ഈ വചനമാണ് യേശുക്രിസ്തു എന്നും മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ വചനം മറക്കുന്നേ. പണ്ട് അമ്മായിയമ്മ പറഞ്ഞത് ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ വചനം ഓർക്കൂല. ഭർത്താവിന്റെ വീട്ടുകാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഭാര്യയുടെ വീട്ടുകാർ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നും പറഞ്ഞു. നല്ല ഓർമ്മയാണ് അവർക്കൊക്കെ, പ്രത്യേകിച്ച് പെന്തക്കോസുകാർക്ക്. മറ്റൊരു ഞാൻ കുറ്റം പറയുന്നില്ല, പെന്തക്കോസുകാരുടെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നവരുണ്ടെന്നേ. പക്ഷെ ദൈവവചനം ഓർക്കൂല. അങ്ങനെ ഈ രാഷ്ട്രത്തിന്റെ മാതാവായ ഈ റാഹേൽ ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അവിടേക്ക് പ്രവാസത്തിലേക്ക് പോകുമെന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് കരയുക.
ആത്മാവിൽ കരയുന്നു, പ്രവാസത്തിലേക്ക് പോവുക. ഇനി പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ടൊരു ചിന്ത കൂടെ തരാം. ഉൽപ്പത്തി പുസ്തകം 11:26 മുതൽ 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏബരിൽ നിന്ന് ജനിച്ച എബ്രായനായ എബ്രഹാം താൻ എവിടുന്ന് ഇറങ്ങി വന്നുവോ 28ാം തലമുറ വന്നപ്പോൾ മത്തായി 1:17 ജനം മത്തായി 1:17 ബാബേലിലേക്ക് തിരികെ പോകുന്നു എന്ന് പറഞ്ഞാൽ അബ്രാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 എന്ന് 2 സംഖ്യ അപ്പുറത്ത് കിടപ്പുണ്ട്. ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തുവിനോളം. അപ്പോ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, പൂർവ്വ പിതാക്കന്മാർ എവിടെ നിന്ന് ഇറങ്ങി വന്നുവോ അവിടേക്ക് തിരിച്ചുപോയ പ്രവാസത്തിലേക്ക് വീണ്ടും അതേ ബാബേലിലേക്ക് പോയ ഇസ്രായേൽ ജനം 70 വർഷക്കാലം അവിടെ പാർക്കുമെന്നും അഗാജാനകദുരഘടകക്ഷത് യെരമ്യ 29:10-11 വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ ആ 70 വർഷം കഴിഞ്ഞൊരു മടങ്ങി വരവും ഉണ്ടെന്ന് യിരെമ്യാവിൽ കൂടെ നേരത്തെ ദൈവം പ്രവചിച്ചിരുന്നു. ഈ പ്രവചന ശബ്ദം നമ്മളൊക്കെ 29:11 നമുക്കറിയത്തുള്ളൂ, 10 വാക്യം അറിയത്തില്ല. 137 സങ്കീർത്തനം 1-2 വാക്യം, ഞങ്ങൾ ബാബേലിരുന്ന് സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ അലരി വൃക്ഷങ്ങളെ, ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ടു. അപ്പോ ഇവർക്കറിയ പ്രവചനമാ. ഇവിടെ റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. എങ്കിലും യിരെമ്യ 29:11 പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്നറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇവിടെ അമ്മ കരയുന്നു. നേരത്തെ വായിച്ചതുപോലെ ഹെറോഡോട്ടസിന്റെ അഭിപ്രായ പ്രകാരമാണ് നേരത്തെ ചരിത്രപരമായി ഞാൻ അല്പം കാര്യങ്ങൾ പറഞ്ഞത്, ഒരു ബുക്കിൽ വായിച്ചതാണ്. ഇസ്രായേൽ ജനം ഈ രാമയ്ക്കടുത്തുള്ള യെരുശലേമിനടുത്തുള്ള രാമ എന്ന പട്ടണത്തിൽ അവിടെ വെച്ചാണ് ബാബേലിലേക്ക് പോകുവാനുള്ള ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂട്ടി വരുത്തിയത്. അതുകൊണ്ട് ആ യാത്രയെ അവരെ ഓർത്തുകൊണ്ട്, അവർ പ്രവാസത്തിലേക്ക് പോകുന്നത് ഓർത്തുകൊണ്ട് കരയുന്ന റാഗേല് ഒരു മറുപടി സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നുണ്ട്. യിരെമ്യാവിൽ കൂടെ പ്രവചിച്ച അതേ പ്രവചനം ബാബേലിലേക്ക് പോകുമെന്നും നിങ്ങൾ തിരികെ വരുമെന്നും 70 വർഷത്തിന് ശേഷം തിരികെ വരുമെന്നും, ഇതിനിടയ്ക്ക് കള്ളപ്രവാചകന്മാർ കയറി 35 വർഷത്തിനകത്ത് തിരികെ വരുമെന്ന് പറഞ്ഞാൽ വരില്ല. ദൈവം പറഞ്ഞത് തന്നെയാ. ദൈവം എന്നും ഇല്ല എന്നും പറഞ്ഞാൽ അങ്ങനെ തന്നെയെന്നാ കമാൻഡിങ് പവർ. അപ്പോ എൻ്റെ ചിന്താ വിഷയത്തിലേക്ക് വരാം. ഈ അമ്മയുടെ കരച്ചിൽ, അപ്പൊ ഒത്തിരി അമ്മമാര് കരയുന്നുണ്ട് മക്കളെ ചൊല്ലി. ഇന്നത്തെ തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാതെ
ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് പോയതുപോലെ ദൈവ വഴിവിട്ട് ഇസ്രായേൽ ജനം പോയത് നിമിത്തം ദൈവ വഴിവിട്ടു പോകുന്ന മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാരോടൊരു ദൂത്. ഇനി അല്ലാതെ അമ്മമാര് കരയുന്നുണ്ട്. എൻ്റെ മക്കൾ ഞങ്ങൾ പറഞ്ഞതുപോലെ കേട്ട് വളർന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലോചിച്ചെടുത്ത വിവാഹത്തെ നടത്തി മക്കൾ നിൽക്കുന്നല്ലോ, പറഞ്ഞതനുസരിച്ച് നിൽക്കുന്നല്ലോ എന്ന് സന്തോഷം കൊണ്ട് കരയുന്ന അമ്മമാരും എന്നെ കേൾക്കുന്നുണ്ട്. അല്ല, മക്കൾ വഴിതെറ്റിപ്പോയി. ഈയിടെ ഒരാളെന്നോട് വിളിച്ചു പറഞ്ഞു, പാസേ ഞാൻ പട്ടിണി കിടന്ന പാസേ എൻ്റെ മോനെ പഠിപ്പിച്ച്. എനിക്കും കേട്ടപ്പോൾ വിഷമമായി. ആളുടെ പേര് പറയുന്നില്ല, സ്ഥലം പറയുന്നില്ല. അദ്ദേഹം പറയും, ഞാൻ കർത്താവിന് വേണ്ടി ഒരാഴ്ചക്കാലം മുഴുവൻ നിന്നല്ലേ പാസ്റ്ററെ, എനിക്കെന്താ, എൻ്റെ ചെറുക്കൻ എന്താ ഇങ്ങനെ ചെയ്തത്? അവനെ പഠിപ്പിച്ചെന്നേ, അവനെ പഠിക്കാൻ വേണ്ടി UK വിട്ടു. അവിടെ വെച്ച് തന്നെ ഒരു സായിപ്പ് പെണ്ണിനെ ആരോടും പറയുന്ന കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട്, അപ്പാ ഓ അപ്പനെ വിളിയാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പനായിപ്പോയില്ലേ? അല്ലെങ്കിൽ പറയത്തില്ലേ അപ്പൻ എന്തൊരപ്പനപ്പാന്ന്? കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കൊരു സന്തോഷം കൂടെ കൊടുക്കണമല്ലോ. ഈ അപ്പൻ എന്തൊരപ്പൻ? ഈ അപ്പനോട് പറയും, അപ്പാ ഞാന് ഇവിടെ നിന്നൊരു മാതാമ്മയെ കെട്ടിയപ്പാ. ഉവ്വ ഉവ്വ, അത് തൃശ്ശൂർ ഭാഷയാ. ഉവ്വ. കെട്ടിയോ മോനെ? ഉവ്വ. എൻ്റെ ഭാഷയപ്പോഴോ ഊവേ ഊവേ. ആ ശരി മോനെ, നിന്നെ ഞങ്ങള് MTech വരെ പഠിപ്പിച്ചു മോനെ. നിനക്കൊരു സായിപ്പ് പെണ്ണിനെ കിട്ടിയല്ലോ, നീ അവിടെ അങ്ങ് ജീവിച്ചോ, നിന്റെ കാര്യം നടത്തിക്കോ. ഞങ്ങളുടെ കടമ ഞങ്ങൾ ചെയ്തു. നീ കടപ്പാട് ഞങ്ങളോട് കാണിക്കേണ്ട കടപ്പാട് നീ ചെയ്തില്ല. അതുകൊണ്ട് മോൻ അവിടെ തന്നെ നിന്ന് എന്നോട് ചോദിച്ചു, പാസ ഞാൻ എന്താ പറയണ്ടേ? എടോ ജീവിക്കാൻ വിടറോ, പോട്ട്. ഇവനൊക്കെ നാളെ അറിയും ഇതിൻ്റെയൊക്കെ പിന്നിലെ കാര്യങ്ങള്. ഒരമ്മ എന്ത് കട്ട സഹിച്ചായി കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ഒരപ്പൻ എന്ത് വേദന വിയർത്തൊലിച്ച ഭാരപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്? ഇത് തലമുറകൾ ഓർക്കണ്ടേ? ഇത് തലമുറകൾ കാണണം. എന്നെ എത്രയെണ്ണം പട്ടിയെന്ന് വിളിച്ചു. ഞാൻ ആ ദൈവദാസനോട് പറഞ്ഞു, എത്രയെണ്ണം എന്നെ ഞാൻ കർത്തൃമേശയും കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ പട്ടിയെന്ന് വിളിച്ചിട്ടുണ്ട്, ഇറങ്ങി പോടാ പട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഞാൻ ദൈവദാസനോട് പറഞ്ഞു, നീ ഭാരപ്പെടണ്ട. യേശുക്രിസ്തു പറഞ്ഞു, പച്ച മരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനോട് എന്തും ചെയ്യുമെന്ന്. കാരണം അടിസ്ഥാനം പറഞ്ഞ നീതിമാന്മാരെ, സങ്കീർത്തനം 11:3, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന്. എന്തും ചെയ്യും പിന്നെ അവൻ, കാരണം അടിസ്ഥാനം മറഞ്ഞു പോയില്ലേ. അപ്പൊ എന്നെ കേൾക്കുന്ന, ഞാനിവിടെ നിർത്തുക, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, മാതാവേ, വൈഡാ മോനയാ സംഭവാദിയ, കരച്ചില് കണ്ട് അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, കരച്ചിലിന് മറുപടി കൊടുക്കുന്ന ദൈവമാ.
ഒറ്റ ചിന്തയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. റാഹേൽ ഒരു ചിന്ത കൂടെ പറഞ്ഞ പെട്ടെന്ന് ഞാൻ ഈ ദൈവം പറഞ്ഞ മറുപടി കൂടെ നിങ്ങൾക്ക് തരാം. എന്നാലേ നിങ്ങൾ ഉറയ്ക്കണം. ഓ, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ, കീശിന്റെ മകനായ ശൗൽ, ചുരുക്കി പറയാം, ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 8, 9, 10 അധ്യായം വായിച്ചാൽ, ഇനി വേണ്ട 10-ാം അധ്യായം 1, 2 വാക്യം, കാരണം നിങ്ങളെ കുറയ്ക്കണമല്ലോ. 10-ാം അധ്യായം 1, 2 വാക്യം വായിച്ചാൽ ശമൂവേൽ തൈലപാത്രത്തിൽ തൈലമെടുത്ത്, തൈലപാത്രമാണ് കേട്ടല്ലോ, ശ്രദ്ധിച്ചോണേ, തൈലപാത്രത്തിൽ തൈലമെടുത്ത് കീശിന്റെ മകനായ ശൗലിന്റെ തലയ്ക്കൊഴിച്ചു. അതെന്താ ഈ തൈലപാത്രം? നിങ്ങൾ ഒരിക്കൽ കേട്ടതാണ് എൻ്റെ മെസ്സേജിൽ, നിങ്ങൾ മറന്നു പോയത് കൊണ്ടൊന്നുകൂടെ പറയാം. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 16:13 ഇശായിയുടെ 8-ാമത്തെ പുത്രനായ, ഒന്നുകൂടെ പറഞ്ഞാൽ പുറകോട്ട് പാരമ്പര്യം പറഞ്ഞു പോയാൽ പാരമ്പര്യക്കാർ ബന്ധക്കോസുകാർ കേൾക്കുന്നുണ്ടല്ലോ, ബോവസിൽ രൂത്തിന് ജനിച്ച ഓബേദ്, ഓബേദിൽ ജനിച്ച ഇശായി, ഇശായിയിൽ ജനിച്ച ദാവീദ്, 8-ാമത്തെ പുത്രനായ ദാവീദ്. ഞങ്ങൾ പാരമ്പര്യ ബന്ധക്കോസുകാരാണെന്ന് പറയുന്നവർക്ക് അതുകൊണ്ടാണ് ഞാൻ ഈ ബോവസിൽ പോയത്. ഒരു ഗുണവുമില്ല, പാരമ്പര്യമായിട്ട് ജനിച്ചതുണ്ടെന്ന് ഒരു ഗുണവുമില്ല. അപ്പോ അങ്ങനെ ദാവീദിനെ അഭിഷേകം ചെയ്തത്, വളരെ ശ്രദ്ധിച്ചോണം, 16:13 ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 16:13 തൈലക്കൊമ്പിലാണ് അഭിഷേകം ചെയ്തത്. അപ്പൊ എന്താണത്? വാട്ട് ഈസ് ദ മീനിങ്? എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഫ്ലാസ്ക്, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞത് ഫ്ലാസ്ക് ഓഫ് ഓയിൽ എന്ന, ഫ്ലാസ്ക് മാനുഷിക നിർമ്മിതം, കൊമ്പ് ദൈവീക നിർമ്മിതം, ദൈവത്തിൻ്റെ നിർമ്മിതം. അതാണ് കൊമ്പും ഫ്ലാസ്കും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടത്, ദൈവത്താൽ ഉണ്ടാക്കപ്പെട്ടത് കൊമ്പ്. ദൈവിക നിർമ്മിതം, മാനുഷിക നിർമ്മിതം. ദൈവഹിതം, മാനുഷികഹിതം. മാനുഷിക ഹിതത്താൽ ശൗലിനെ തന്നപ്പോൾ ദൈവഹിതത്താൽ ദൈവം ദാവീദിനെ കൊടുത്തു. അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ബൈബിളിൽ ഇല്ല കേട്ടോ. ദൈവത്തിൻ്റെ ഹൃദയം ഒന്നും ആർക്കും എടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിക്കുക, അതും കേട്ടോണ്ടങ്ങ് നടക്കും. ഞാൻ പെട്ടെന്ന് നിർത്താം. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 13:14 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13:20 മുതൽ 24 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനെന്നാ, അങ്ങനെയാണ്. ദൈവത്തിന് അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഏതവനെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ട് പുറകെ പറഞ്ഞുകൊണ്ട് നടക്കാനാണ് ആൾക്കാരുള്ളത്. തിരുവെഴുത്തുകളെ അപ്പോസ്തലപ്രവൃത്തി 17:10-11 വചനപ്രകാരം അതിനെ ബരോവക്കാരെ പോലെ ദിനം പ്രതി പരിശോധിക്കണം. അങ്ങനെ തന്നെയോന്ന് ഒരുത്തൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ അവനെ കേട്ടുണ്ട് ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പണ്ടൊരു സഹോദരി പറഞ്ഞതുപോലെ, എൻ്റെ കൊച്ച് സ്കൂളിലേക്ക് പോയപ്പോൾ വീണ് തലപൊട്ടി, ഹല്ലേലൂയ, സ്വോത്രം സ്വോത്രം സ്വോത്രം. അപ്പൊ അങ്ങനെയൊന്നും പറയരുത്. എല്ലാത്തിനും കയറി സ്വോത്രം പറയരുത്. എല്ലാത്തിനും കയറി ആമേൻ പറയരുത്. അങ്ങനെ തന്നെ നല്ല ഉറപ്പുണ്ടെങ്കിലേ ആമേൻ പറയാവൂ. അങ്ങനെ ഈ അമ്മ കരഞ്ഞു. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. നോക്കിക്കണേ പദം,
ആ കരച്ചിൽ ഉടനെ ദൈവം കേൾക്കുക. 66 സങ്കീർത്തനം 19 വാക്യം ചേർത്ത് പഠിച്ചാൽ അവിടെ പറയുന്നുണ്ട്, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ഇവിടെ റാഹേൽ, ഒരു രാഷ്ട്രത്തിന്റെ മാതാവായ റാഹേൽ കരഞ്ഞപ്പോൾ എൻ്റെ ദൈവം ശ്രദ്ധിച്ചു. ആ കരച്ചിൽ എന്താണ്? റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ഉണ്ടോ? ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാനിതെന്താ പറഞ്ഞു വന്നതെന്നറിയാമോ? ഈ അമ്മ കരഞ്ഞത് മൂലം ഈ ബെന്യാമിൻ ഗോത്രത്തിന് രാജഭരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. യാക്കോബ് പ്രവചിക്കുമ്പോൾ 49 ഉൽപ്പത്തി പുസ്തകം 49 8 മുതൽ 13 വരെ വായിക്കുമ്പോൾ യഹൂദായോട് ദൂത് പറയുമ്പോൾ, വരുവാനുള്ളവൻ വരുവോളം ചെങ്കോൾ, രാജദണ്ണ് ചെങ്കോൾ നിന്റെ കരങ്ങളിൽ നിന്നും നിന്റെ കയ്യിൽ നിന്ന് മാറിപ്പോകത്തില്ല. യേശുക്രിസ്തു മശിഹയായി യഹൂദാ ഗോത്രത്തിൽ ജനിക്കുമെന്ന് പ്രവചനം യാക്കോബ് വിളിച്ചു പറയുക. സംഖ്യാപുസ്തകം 24:17 പ്രവാചകനായ ബിലെയാം പറയുന്നു, യാക്കോബിൽ നിന്ന് ഒരു ഉദയനക്ഷത്രം ഉദിക്കും. ഒരു ഉദയനക്ഷത്രം. വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഇവനെ തൈലപാത്രത്തിൽ ശമൂവേൽ എഴുതിയ 1 പുസ്തകം 10 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇൻ ദ ഫസ്റ്റ് കിങ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിനെ, കീശിന്റെ മകനായ ശൗലിനെ, തർസോസുകാരനായ വേറൊരു ശൗലുണ്ട്, ഈ ശൗല് വേറെ, രണ്ടും ബെന്യാമിൻ ഗോത്രക്കാരാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ശൗലിനെ അഭിഷേകം ചെയ്തത് തൈലപാത്രത്തിലാ. തൈലപാത്രത്തിൽ അവൻ തൈലമെടുത്തൊഴിച്ചു കഴിഞ്ഞിട്ട് പോയത് നേരെ 10:1-2 വാക്യം, ശമൂവേൽ എഴുതിയ 1 പുസ്തകം 10:1-2 വാക്യം, നേരെ പോയത് റാഹേലിന്റെ കല്ലറയ്ക്കലാ. കണ്ടോ? ഇവിടെ കിടന്ന് എന്തിനാ റാഹേലിന്റെ കല്ലറയ്ക്ക് ചെന്ന്? സ്തോത്രം. ഇതൊന്നും മറ്റുള്ളവർ കേട്ടിട്ട് എന്ത് ചെയ്യരുത്, കല്ലറയ്ക്ക പോയി എന്ന് കരയാനോ അവിടെ ചെന്നിരിക്കാനൊന്നും പോകരുത്. അവിടുത്തെ ആത്മീയാർത്ഥം ഇത്രയേ ഉള്ളൂ, ഇതിനകത്ത് കിടക്കുന്നവളാ നിനക്ക് വേണ്ടി, നിന്റെ സ്തോത്ര ബെന്യാമിൻ ഗോത്രത്തിന് വേണ്ടി കരഞ്ഞത്, ബെന്യാമിന് വേണ്ടി കരഞ്ഞത്, നിലവിളിച്ചവൾ മരിച്ചത്. അതുകൊണ്ട് നീ ആദ്യം അങ്ങോട്ടൊന്ന് ചെല്ല്, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചിലത് പറയാന്നാ, ചിലതിനെ കാണിക്കാമെന്നാ. അതും കൂടെ പറഞ്ഞ ഭാഗം വിടുക. ഇനി റാഹേലിന്റെ കണ്ണുനീരിന് പ്രാർത്ഥനയ്ക്കൊരു മറുപടി പെട്ടെന്ന് പറഞ്ഞു നിർത്താം. വായിക്കാം. റാഹേൽ അവൾ 15 ഭാഗം ഞാൻ വായിക്കാം, ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ജെറമ്യ ചാപ്റ്റർ 31 വേഴ്സസ് 15-17. ജെറമ്യ 31:15 മുതൽ 17 വരെയുള്ള വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരയുന്നു, അവർ ഇല്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. ഈ കരച്ചിൽ ശബ്ദം ദൈവം കേട്ടു. നോക്കണേ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം എന്താണെന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് പറഞ്ഞത്. ഇനി അടുത്ത് 19 ആൻസർ 16 വാക്യം. ആൻസർ ദൈവം പറയാം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ. ഒന്ന്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരെന്ത് ചെയ്യാണ് പറയുന്നു? നൈനിലെ വിധവയോട് ലൂക്കോസ് 7:11 മുതൽ 15 വരെ വായിക്കുക, കരയാതെ. രണ്ടിടത്ത് പറയുന്നത് കരയാതെ, ഉറപ്പിക്കുക. ഒന്ന്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുകുട്ടികൾ ഏത് വിഷയത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നോ ദൈവാത്മാവ് പറയുന്നത് കരയണ്ട. 2, നിന്റെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. 2-3 കാര്യം അവിടെ പറയുന്നു, വിശദീകരിക്കുന്നില്ല, ഞാനിവിടെ നിർത്തുന്നു. അവർ ശത്രുവിന്റെ ദേശത്തു നിന്നും മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വാക്യം 17, നിന്റെ ഭാവിയെക്കുറിച്ച്
പ്രത്യാശയുണ്ട്. ഇതാണ് യിരെമ്യാ 29:11, യിരെമ്യാ 29:10 ചേർത്ത് വായിച്ചോണം. പ്രത്യാശയുണ്ട്, നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഉണ്ടോ? ഈ 2024 ചില വർഷങ്ങളായി കരയുന്ന മാതാപിതാക്കൾ, തലമുറകളെ ചൊല്ലി, കടഭാരത്തെ ചൊല്ലി, മക്കളെ വിവാഹം കഴിച്ചു വിടുവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയെ ചൊല്ലി, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ, ആമേൻ, ചികിത്സിക്കാൻ 2 കിഡ്നി നഷ്ടപ്പെട്ട് ചികിത്സിക്കുവാൻ കാശില്ലാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ പല വിഷയങ്ങളിന്മേൽ മക്കൾ തെറ്റിപ്പോയി അവരെ കുറിച്ച് കരയുന്ന മാതാപിതാക്കൾ എല്ലാവരെയും ചേർത്തുകൊണ്ടൊരു ദൂത്: 1, നീ കരയാതെ; 2, നിന്റെ കരച്ചിലിന് കണ്ണുനീർ വാർക്കാതെ കണ്ണുനീർ അടക്കിക്കൊള്ളുക. നിന്റെ കരച്ചിലിനൊരു പ്രതിഫലം ഉണ്ടാകും. അവർ മടങ്ങി വരും. അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരും. എത്ര പേർക്ക് ദൈവം കൊടുത്ത മറുപടിയാ? നീ എവിടെ ഏത് മൂലക്കിരുന്ന് കരഞ്ഞാലും എൻ്റെ ദൈവം കേൾക്കും. കണ്ണുനീർ കണ്ട് മറികടന്ന് പോകാത്ത എൻ്റെ ദൈവം. ലോകത്തിലെ വലിയ വലിയ സ്കാനിങ് മെഷീനുകൾ, കോടി മില്യൺ കണക്കിന് വിലയുള്ള സ്കാനിങ് മെഷീനുകൾ കണ്ടുപിടിച്ചു. പക്ഷേ കണ്ണുനീരിൻ്റെ മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് 1-ാം പാർട്ട് ഇവിടെ ഈ കരച്ചില്, ഒരമ്മയുടെ കരച്ചിലിന് മറുപടിയായി ഈ ദൂത് ഇവിടെ നിർത്തിക്കൊണ്ട്, ദൈവം കരച്ചിൽ ശബ്ദം കേൾക്കുന്നവനാണ്, കരച്ചിലിന് മറുപടി കൊടുക്കുന്നതാണ്. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉടനെ കിട്ടിയില്ലെങ്കിലും എന്തായാലും ഉറപ്പായിട്ട് ഈ വചനത്തിന് മാറ്റമില്ല. ഈ മാറ്റമില്ലാത്ത പ്രവചന ദൂതിൽ കൂടെ അറകൾക്ക് മനഘടകക്ഷി നീ കരയാതെ ഒരു പ്രതിഫലം ഉണ്ടാകും. സാക്ഷ്യവാക്യം 23:18 ഒരു പ്രതിഫലം ഉണ്ടാകും. നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. കട്ടതയും പോരാട്ടവും ഇല്ലെന്നല്ല, ദൈവമക്കൾക്ക് എന്നും കട്ടതയാ. ഒരു ഭക്തനെ കുറിച്ച് പറഞ്ഞാൽ അവന്റെ മരണകാലം വരെ അവന് കട്ടതയാ. എങ്കിലും അവനൊരു പ്രത്യാശ എന്താണ്? ഞങ്ങൾക്കൊരു ഉയർപ്പുണ്ട്. എൻ്റെ അരുമ മണവാളൻ ഇരിക്കുന്നിടത്ത് ഇരുത്താമെന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം തന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ആ പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. കണ്ണുനീരൊഴുക്കിയാൽ, കരഞ്ഞാൽ, എന്തെല്ലാം ഘട്ടങ്ങൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ വന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് അടിയനെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. രാമയിൽ ഒരു ശബ്ദം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. കഠിനമായ കരച്ചിലും വേദനയും അടകാരകൾക്കമനം. അടിയനെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനമാണ്. വചനപ്രകാരം കടഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവദാസന്മാർ, ദാസിമാർ, വിശ്വാസ കുടുംബങ്ങൾ, സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ദൂത് മൂലം അവരെ അനുഗ്രഹിക്കണം. അതിനായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനെ താഴ്ത്തുന്നു. വിട്ടിരുന്ന ഭവനം, പ്രിയപ്പെട്ടവൾ, കുഞ്ഞുങ്ങൾ, 3 പേർ, എല്ലാവരെയും ദൈവക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദൂത് ശ്രവിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നാളുകളായി കരഞ്ഞതിനൊരു മറുപടി എല്ലാവർക്കും, ജാതി മത ഭാഷ വ്യത്യാസമന് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. മത്സ്യം പിടിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രകൃതിക്ഷോഭങ്ങളോ ഭൂമി കുലുക്കങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും കാക്കണം. ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ. എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും കൊടുക്കണമേ. ഡോക്ടേഴ്സ്, നഴ്സുമാർ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. വക്കീലന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീതി ന്യായം നടത്തുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികൾ നീതിയും ന്യായവും നടത്തട്ടെ.
അതിനായി കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു പിതാവേ. വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നതുപോലെ അവരെ ബലപ്പെടുത്തണമേ. കരച്ചിനൊരു മറുപടി ഉണ്ടെന്നുള്ള ആമൻ 1-ാം പാട്ട് ആമൻ അവിടെ നിർത്തുമ്പോൾ അടുത്ത പാട്ടിലേക്ക് കടക്കുവാൻ ദൈവം സഹായിക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാത്തിന്മേലും ഒരത്ഭുതം നടക്കുവാൻ ദൈവം സഹായിക്കണം. മഹത്വമെല്ലാം അങ്ങ് എടുക്കണമേ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ എല്ലാത്തിന്മേലും കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, അമ്മ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ വിടുവാൻ സാഹചര്യമില്ലാത്തവർ അനേകരുണ്ടപ്പോൾ അവരോട് കരുണ കാണിക്കണം, മനസ്സലിയണം. കർത്താവ്, എന്ത് ഘട്ടങ്ങൾ വന്നാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ, അവസാനത്തോളം ഉറച്ചു നിൽക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. മുഴുമഹത്വം അവിടെ നിന്ന് എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. മഹത്വം എല്ലാം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ 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 ആമേൻ.